നെയ്മറിനെ കൊണ്ടൊന്നും കൂടിയല്ല. അതിന് ആ പരിക്കൊക്കെ മാറിയിട്ട് വേണ്ടേ 2026 വേൾഡ് കപ്പ് ഒക്കെ എടുക്കാൻ. ബ്രസീലിന് ഇപ്രാവശ്യം ആ ഒരു പ്രതീക്ഷയുടെ ആവശ്യമേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നറേറ്റീവ്സ് ഉണ്ട്. പക്ഷെ എന്തായാലും 2026 വേൾഡ് കപ്പിലേക്ക് ബ്രസീലിന്റെ സ്ക്വാഡിന്റെ റേറ്റിംഗും കാര്യങ്ങളും ആൻഡ് പോസിബിലിറ്റീസും ഫസ്റ്റ് 11 ഈ പറയുന്നത് പോലെ തന്നെ ഹൂ വിൽ ബി ദ ബെസ്റ്റ് പ്ലെയർ ഓഫ് ബ്രസീൽ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ടു 80 പോഡ്കാസ്റ്റ്. ദിസ് ഈസ് RJ ആൻഡപ്പൻ. ആൻഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടണം, സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. യെസ്, ഇതിൽ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രസീൽ എപ്പോഴും ഒരു നമ്മൾ ചരിത്രമൊക്കെ എടുത്ത് പറഞ്ഞ് സംസാരിക്കുമല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോർച്ചുഗലിൻ്റെ ചരിത്രം പറഞ്ഞ് സംഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അർജന്റീനയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് വിഷമം തട്ടി കാര്യം. അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗലിനെയും ഈ പറയുന്ന പോലെ തന്നെ അർജന്റീനയും കമ്പയർ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ വേൾഡ് കപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എസ്പെഷ്യലി ബ്രസീൽ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടല്ലോ, എൻ്റെ അമ്മയെ, നമുക്ക് പറഞ്ഞാൽ തീരാത്തത്രയും ചരിത്രങ്ങളും ട്രോഫികളും അതുപോലെ തന്നെ എല്ലാം ഉള്ളൊരു രാജ്യമാണ് ബ്രസീൽ. ആൻഡ് വേൾഡ് കപ്പിൽ ഹൂ ഈസ് ദ ബെസ്റ്റ് ടീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ബെസ്റ്റ് ടീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി ആർക്കും പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ബ്രസീൽ. എന്തുകൊണ്ടാണ്? വേൾഡ് കപ്പ് 5 എണ്ണമാണ് അവരുടെ വീട്ടിലിരിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അത് വലിയ വലിയ ചരിത്രം തന്നെയാണ് എന്നുള്ളതാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം 2026 വേൾഡ് കപ്പ് അടിച്ചെടുക്കാൻ പറ്റുമോ? പാടാണ്. പക്ഷേ ഞാൻ ബ്രസീലിന് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് അറൗണ്ട് 10ൽ 9 കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്കറിയാം, എസ്പെഷ്യലി പല AIs ആയിക്കോട്ടെ, അതുപോലെ തന്നെ പല അനലിസ്റ്റുകളും ഒക്കെ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ള ഒരു ടൂർണമെൻ്റ് ആയിരിക്കണം 2026 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. റൗണ്ട് ഓഫ് 32 കടക്കാനുള്ള സാധ്യതയില്ല, ജപ്പാനുമായിട്ട് തോൽക്കാനുള്ള സാധ്യതകളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ബ്രസീലിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ അവർക്ക് കൊടുക്കുന്നത് 9. അതിന് കാരണം എന്ന് പറയുന്നത് ഡോൺ കാർലോ എന്ന് പറയുന്ന അവരുടെ കോച്ച് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എവർട്ടൺ കോച്ചായതല്ലാതെ ബാക്കി എവിടെ പോയാലും പുള്ളിക്ക് എപ്പോഴും ഭയങ്കര ഭാഗ്യം കൂടെ ഉള്ളതാണ്. പുള്ളി ഒരു ടാക്ടിക്കൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കോച്ചാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ മുടിഞ്ഞ ഭാഗ്യമാണ് പുള്ളിക്ക്. അത് നിങ്ങൾ പലപ്പോഴായിട്ട് എടുത്ത് നോക്കിയാലും മതി. അങ്ങനെ ഭാഗ്യം എന്ന് പറഞ്ഞ് മാത്രം പുള്ളിയെ തള്ളിക്കളയാൻ പറ്റില്ല. ഫുട്ബോളിൽ ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ് ഈ ഭാഗ്യം എന്ന് പറയുന്നത്, അത് വേറെ കാര്യം. പക്ഷെ എന്നാൽ പോലും എവിടെയൊക്കെയോ ഭയങ്കര ഭാഗ്യമുള്ളവനാണ് ഡോൺ കാർലോ അല്ലെങ്കിൽ കാർലോ ആഞ്ചലോട്ടി എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഭാഗ്യത്തിൻ്റെ ഒരു ചെറിയൊരു വെയിറ്റേജും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ബ്രസീലിന് 9 ഔട്ട് ഓഫ് 10 കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് ടീം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പോർച്ചുഗൽ അത്ര ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ക്വാഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. പക്ഷെ എന്നാൽ പോലും ബ്രസീൽ എപ്പോഴും ഇങ്ങനെയാണ്. ബ്രസീലിനെ എപ്പോഴും നമുക്ക് ബ്രസീൽ പറയുമ്പോൾ ഭയങ്കര ആഘോഷവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഞാൻ ഇനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. സോ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന, എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരു ടീമായിട്ട് ഞാൻ ഒരിക്കലും ബ്രസീലിനെ കൺസിഡർ ചെയ്യില്ല. അതിനിപ്പോൾ എന്തൊക്കെ ഫാക്ട്സ് മറ്റു കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് എൻ്റെ ഇതാണ്. അതിനകത്ത് ഞാൻ വെക്കുന്ന ഒരു പോസിബിൾ ഫസ്റ്റ് 11 എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മിക്കവാറും ഒരു ഇപ്പോൾ വെച്ചിരിക്കുന്ന 4-3-3 ആയിട്ട് നമുക്ക് കൂട്ടാം, അല്ലെങ്കിൽ 4-2-3-1 എന്നുള്ളൊരു ഇതിലേക്ക് ആക്കാം. എന്തായാലും ഗോൾ കീപ്പറായിട്ട് ആലിസൺ തന്നെ ആയിരിക്കണം. അത് തന്നെ ഉള്ളൂ. പുള്ളി അല്ലാതെ, ആലിസൺ ബേക്കർ അല്ലാതെ വേറെ ആരുടെ ഗോൾ കീപ്പർ? അങ്ങനെയാണ് ബ്രസീലിന്. എഡർസണൊക്കെ പിന്നെ എന്തെങ്കിലും റൊട്ടേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നുള്ളതാണ്. പക്ഷെ എന്നാലും അല്ലെങ്കിലും ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ ഞാൻ കാണുന്ന 4 പേരെന്ന് പറയുന്നത് സെൻട്രലിൽ നമ്മുടെ ആർസണലിൽ ഗബ്രിയേലും മാർക്കിനസും അതുപോലെ തന്നെ സാൻഡ്രോയും വെസ്ലിയും ആയിരിക്കും വിങ്ങുകളിലും ഉണ്ടാവുക എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. ആൻഡ് മിഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കസമേരോയും അതുപോലെ തന്നെ ബ്രൂണോ, നമ്മുടെ ന്യൂ കാസലിൻ്റെ ബ്രൂണോ ഇല്ലേ, പുള്ളിക്കാരനായിരിക്കണം. ആൻഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ നമ്മുടെ സുൽത്താൻ നെയ്മർ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആൻഡ് വിങ്ങിലേക്ക് കൊടുക്കാൻ പോകുന്നത് റഫീനെയും ഈ പറയുന്ന പോലെ തന്നെ വിനീഷ്യസ് ജൂനിയറിനായിരിക്കും. കാരണം അവരുടെ പെർഫോമൻസ് രണ്ടുപേരുടെയും അത്യാവശ്യം നല്ല ഗംഭീര സംഭവം തന്നെയാണ്. ആൻഡ് സ്ട്രൈക്കർ പൊസിഷനിൽ എൻട്രിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ യുണൈറ്റഡിൻ്റെ കുനയോ ആയിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. എൻട്രിക്കിനുള്ള ചാൻസസ് ഞാൻ കാണുന്നില്ല. കുന്ന തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ആൻഡ് ആരായിരിക്കും ബ്രസീലിൻ്റെ ദ വെരി ബെസ്റ്റ് പ്ലെയർ? ഞാൻ 2 പേരെ പറയാം. അതിന് കാരണമുണ്ട് കേട്ടോ. ഒന്ന്, ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, മുറിവേറ്റ നെയ്മറിനെ പേടിച്ചേ പറ്റുള്ളൂ. എസ്പെഷ്യലി നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ പുള്ളിക്കാരന് ഒത്തിരി കാര്യങ്ങൾ ലോകത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പരിക്കിലായാലും എത്ര വയ്യാതിരിക്കുന്ന നെയ്മർ ആണെങ്കിലും ലവനെ പേടിക്കണം. ഞാൻ എസ്പെഷ്യലി പുള്ളിയാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. എല്ലാവരും പറയുന്നുണ്ട് ഫ്രാൻസിൻ്റെ ഫ്രണ്ട് കണ്ട അറ്റാക്കിംഗ് കണ്ട പേടിയാവണില്ലേ എന്നൊക്കെ ചോദിക്കണില്ലേ. എനിക്ക് പക്ഷേ അതിൽ കണ്ടപ്പോൾ ഈ ഒരു ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ നെയ്മറും, വിങ്ങുകളിൽ വിനീഷ്യസ് ജൂനിയറും റഫീനയും അതിൻ്റെ ഫ്രണ്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കുനയും കൂടെ ആവുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡേഞ്ചറസ്. എത്ര വലിയ ഡിഫൻസ് കെട്ടി നിൽക്കുന്ന ടീമിനെയും പൊട്ടിച്ചടുക്കാൻ ഇത് മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നെയ്മർ ഈ വേൾഡ് കപ്പിൻ്റെയും ഈ പറയുന്ന പോലെ തന്നെ ബ്രസീലിൻ്റെയും മറ്റ് പരിക്കുകളൊന്നും സംഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്ലെയർ ആവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്, നിങ്ങളെല്ലാവരും എന്നെ പറയുന്നത് ഞാൻ ഭയങ്കര റിയൽ മാഡ്രിഡ് വിരോധിയാണെന്നുള്ളതാണ്. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി വിനീഷ്യസ് ജൂനിയർ. കാരണം വിനിയുടെ ഒരു വലിയ സ്പെഷ്യാലിറ്റി, അതിപ്പോൾ നമ്മുടെ റൈവൽ ക്ലബിലുള്ള ചെറുക്കനാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം എന്ന് പറയുന്നത്, എവിടെ നിന്ന് പന്ത് കിട്ടിയാലും ബോക്സിനുള്ളിലേക്ക് എത്തിച്ച് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലേ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനെ ഒരു ഡെഡ് സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള സീനിലേക്ക് എത്തിക്കാൻ വിനീഷ്യസ് ജൂനിയറിന് സാധിക്കും. ആൻഡ് പലപ്പോഴും ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ക്ലബിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും രാജ്യത്തിന് വേണ്ടി അങ്ങനെ വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരാളൊന്നും അല്ല വിനീഷ്യസ് ജൂനിയർ. സോ അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ജൂനിയർ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പിന് ഒരു 110-200% വെയിറ്റ് ഇട്ട് കളിച്ച് പുള്ളിക്കാരൻ എന്തായാലും ഒരു ബെസ്റ്റ് പ്ലെയർ ഓഫ് ബ്രസീലെങ്കിലും ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇത് എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. ഇവർ രണ്ടുപേരും ആവാനാണ് സാധ്യത. നിങ്ങളുടെയും കൂടെ പറയണം ആരായിരിക്കും ഈ പറയുന്ന പോലെ തന്നെ ബ്രസീലിന് വേണ്ടി ദ വെരി ബെസ്റ്റ് പ്ലെയർ ആവാനുള്ള സാധ്യത എന്നുള്ളത്. പിന്നീട് ബ്രസീലിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് എനിക്ക് പറയണം തോന്നിയത് മറ്റു പല കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ സാധനമില്ലേ, ഡോൺ കാർലോ ആഞ്ചലോട്ടിക്ക് നമുക്ക് കണ്ണും പൂട്ടി പുള്ളിയിൽ ഇപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പുള്ളി ഒരു എലൈറ്റ് ടൂർണമെൻറ്റ് മാനേജറാണ്. പുള്ളിക്കാരനെ ബ്രസീൽ എടുത്തതും അതിനു വേണ്ടി തന്നെയാണ്. ബ്രസീലിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിനോ അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും അല്ല കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ബ്രസീൽ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേണ്ടത് ആ ഒരു ഭാഗ്യം കൂടെയാണ്. ബ്രസീലിന് ആ ഭാഗ്യം വന്നേ പറ്റുള്ളൂ. അതിന് തന്നെയാണ് ഡോൺ കാർലോ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് പുള്ളിക്ക് എവിടെ നിന്നാണ് അറിഞ്ഞുകൂടറപ്പ മറ്റടുത്ത ഭാഗ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ എങ്ങാനും ഞാൻ ചില സമയത്തൊക്കെ ബ്രസീലിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ കുറച്ച് ടെൻഷൻ ആകും കേട്ടോ. കാര്യം ഈ പറയുന്നത് പോലെയൊക്കെ പ്രഡിക്ഷൻസ് ഒക്കെ ആണ് സംഭവിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു നാണക്കേടിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക. എസ്പെഷ്യലി മുഴുവനായിട്ടും ഫിറ്റായ നെയ്മർ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, പുള്ളിക്കാരൻ ഫിറ്റൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും പരിക്കുകൾ പുള്ളി എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്നതിനൊക്കെ കാർലോ ആഞ്ചലോട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങൾ എങ്ങാനും ബാഡായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കേട്ട് മരിക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കും. എന്തൊക്കെ തന്നെയാണെങ്കിലും ഐ ബിലീവ് ബ്രസീലിന് ഒരു 9 കൊടുക്കുക അല്ലേ, റേറ്റിംഗ് 10ൽ 9 കൊടുക്കാൻ മാത്രമുള്ള ടീമൊക്കെ ഉണ്ട്. ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായിരിക്കും ബ്രസീലിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും ബ്രസീലിൻ്റെ പ്രശ്നം, അത് നമ്മൾ സംസാരിച്ചില്ല അല്ലേ. ബ്രസീലിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഡിഫൻസ് തന്നെ ആയിരിക്കുള്ളൂ. പക്ഷേ സെൻറ്റർ ബാക്കുകൾ രണ്ടുപേരും അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഗബ്രിയേൽ ആയാലും മാർക്കിനസ് ആയാലും ഏജ് കാര്യങ്ങളെല്ലാം നമുക്കൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ പോലും ചാമ്പ്യൻസ് ലീഗിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വരുമ്പോൾ അതൊരു സൂപ്പർ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. പിന്നെ നമ്മുടെ പ്രഡിക്ഷൻസും നമ്മുടെ എക്സ്പെക്റ്റേഷൻസും പോലും ഒന്നുമല്ല, കാര്യങ്ങളൊക്കെ വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ഒക്കെ മാറും. പിന്നെ ക്ലബിലുള്ള പെർഫോമൻസ് ഒന്നും വെച്ചുകൊണ്ട് വേൾഡ് കപ്പിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് ചരിത്രം ഇത്ര നാൾ നമ്മളെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാത്തു തന്നെ ഇരിക്കാം, എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് അറിയില്ല. എന്താണ് നിങ്ങൾക്ക് ബ്രസീലിനെ കുറിച്ചുള്ള ഒരു എക്സ്പെക്റ്റേഷൻ? ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് പ്ലെയർ ഓഫ് ബ്രസീൽ? ആൻഡ് ബ്രസീൽ എവിടം വരെ എത്തുമായിരിക്കും, എത്ര മാർക്ക് നിങ്ങൾ കൊടുക്കുന്നു ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക എന്നും കൂടെ ഓർമ്മിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.